അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഈ മുഹിദ്ദീൻ മാല ഖുർആനിനും ഹദീസിനും ഇജ്മാഇനും ഖിയാസിനും നിരക്കുന്നതാണ്, അത് ദീനിൽ പെട്ടതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഉസ്താദിന്റെ ആ ഒരു വെല്ലുവിളി പല ഗ്രൂപ്പുകളിലും ഫോർവേഡ് ചെയ്ത സമയത്ത് പല മുജാഹിദ് സുഹൃത്തുക്കളും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതായത് മുഹിദ്ദീൻ മാല രചിക്കപ്പെട്ടിട്ട് ഏതാനും 400-500 വർഷം അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ദീൻ റസൂലുള്ള പൂർത്തിയാക്കിയതാണല്ലോ. അതിനുശേഷം നൂറ്റാണ്ടുകൾ, ഉത്തമ നൂറ്റാണ്ട് കഴിഞ്ഞു, പിന്നീട് നൂറ്റാണ്ടുകൾ ഒരുപാട് കഴിഞ്ഞു. അതിനുശേഷം വന്ന ഒരു സംഭവം എങ്ങനെയാണ് ദീനിൽ പെട്ടതാണെന്ന് സമർത്ഥിക്കുക? എങ്ങനെയാണത് ഖുർആനും ഹദീസിനും ഇജ്മാനും ഖിയാസിനും ഒക്കെ അനുഗുണമാണ് എന്ന് പറയുക എന്ന ഒരു സ്വാഭാവിക ചോദ്യമാണ് അവരിൽ പലരും ചോദിച്ചിട്ടുള്ളത്. അതിന് വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു. റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ബഹുമാന്യനായ സഹോദരന്റെ ചോദ്യം, പരിശുദ്ധമായ മുഹ്യിദ്ദീൻ മാല, അതിൽ ഷിർക്കിന്റെ വരികളില്ല, അബദ്ധങ്ങളില്ല, അതിലുള്ളതെല്ലാം ഖുർആനിനും സുന്നത്തിനും അനുകൂലമായിട്ടുള്ള വിഷയങ്ങളേ ഉള്ളൂ എന്നൊക്കെ ഇവിടെ സംസാരിക്കുമ്പോ അതെങ്ങനെയാ ശരിയാകുന്നത്? കാരണം ബഹുമാനപ്പെട്ട ശൈഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ നബിന്റെ കാലത്തില്ലല്ലോ. മൂപ്പരനൊരു ബിദ്അത്തല്ലേ. കാരണം മൂപ്പര് ഹിജറ 4-5 നൂറ്റാണ്ടുകളിലായി ജീവിച്ച മഹാനല്ലേ. ഹിജറ 460-കളിൽ ജീവിച്ച് ഏകദേശം ഹിജറ 5-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ വഫാത്തായി പോയ മഹാനല്ലേ. അദ്ദേഹം തന്നെ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ഈ മുഹ്യിദ്ദീൻ മാല എങ്ങനെയാണ് അത് സുന്നത്തിന്റെയും ഖുർആനിന്റെയും ഒക്കെ പരിധിയിൽ വരുന്നത് എന്നാണ് മുജാഹിദീങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയം വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ്. ശൈഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹം ജനിക്കുന്നത് പോലും. അതുകൊണ്ട് അദ്ദേഹം ജനിച്ച സമയത്തും അദ്ദേഹം വഫാത്താകുന്നത് വരേക്കും അദ്ദേഹത്തിനുണ്ടായ അത്ഭുതങ്ങളും കറാമത്തുകളും മഹത്വങ്ങളും വിവരിക്കുന്ന ആ ഒരു പദ്യ ശകലങ്ങളാണ് ഈ മുഹ്യിദ്ദീൻ മാല. അത് ബിദ്അത്ത് അല്ല, അതിൽ തെറ്റില്ല, അതിൽ കുറ്റമില്ല, ഷിർക്കിന്റെ വരികൾ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഇതിന് അസ്ല് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അസ്ല് സ്ഥിരപ്പെട്ട വിഷയമാണ് ഈ മഹത്തുക്കളുടെ അപദാനങ്ങൾ വാഴ്ത്തുക എന്നതും അവരുടെ കറാമത്തുകൾ പറയുക എന്നതും അവരെ പുകഴ്ത്തുക എന്നതും അതൊക്കെ മഹത്തരമായ കൂലി കിട്ടുന്ന കാര്യങ്ങളിൽ പെട്ടതാണെന്ന അസ്ല് ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഹ്യിദ്ദീൻ മാല റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇല്ല എങ്കിൽ തന്നെ അതിനുശേഷം ഉണ്ടായി എന്ന ഒരു കാരണം കൊണ്ട് അത് ബിദ്അത്തുൽ ളലാല ആകൂല. എന്തുകൊണ്ട്? ദീനിൽ അത് അടിസ്ഥാനം വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനം എന്താ? മഹത്തുക്കളുടെ അപദാനങ്ങൾ വാഴ്ത്തുക എന്നതാണ്. ആ മഹാന്മാരുടെ അപദാനങ്ങൾ വാഴ്ത്തുക എന്നത് ദീനിലുള്ള എല്ലാ പ്രമാണങ്ങളെ കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. പറഞ്ഞിട്ടുള്ള ഈ അപദാനങ്ങൾ വാഴ്ത്തുക എന്നത് മഹാന്മാരുടെ അപദാനങ്ങൾ, അവരുടെ മദ്ഹുകൾ പറയലും പാടലും അവരെ പുകഴ്ത്തലും പുണ്യകർമ്മമായ ഒരു അമലാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് അറബിയിൽ ഗദ്യ പദ്യ മിശ്രണം, ഗദ്യവും പദ്യവും ഒരുമിച്ച് കൂട്ടിയിട്ട് ചൊല്ലുന്നതിനാണ് മൗലിദ് എന്ന് പറയാം. എന്നാൽ പദ്യരൂപേണ ചൊല്ലുന്നതിനാണ് മാല എന്ന് പറയാം. പദ്യം മാത്രമായിട്ട് ചൊല്ലുക, അതിനാണ് മാല എന്ന് പറയാം. ഗദ്യവും പദ്യവും സമ്മിശ്രമായി ചെയ്യുന്നതിനാണ് മൗലിദ് എന്ന് സാധാരണഗതിയിൽ നാം ഉപയോഗിച്ച് വരാറുള്ള ആ വാചകം. ഏതായാലും ഈ മാലയാവട്ടെ മൗലിദാവട്ടെ അതിന്റെ ഉള്ളടക്കം മഹത്തുക്കളെ അപദാനം ചെയ്യുക, അവരുടെ സ്തുതി കീർത്തനങ്ങൾ പറയുക, അവരെ മദ്ഹ് പറയുക, അവരെ പറ്റി പാടി പറഞ്ഞ് പുകഴ്ത്തുക എന്നുള്ളതാണ്. ഇത് പുണ്യകരമാണ് എന്ന് ഖുർആനും ഹദീസും കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാല ചൊല്ലൽ പതിവാണ് എന്ന് ധാരാളം ഹദീസുകൾ സഹിഹായി വന്നിട്ടുണ്ട്. നബി തങ്ങളുടെ മുമ്പിൽ തന്നെ ആ തരത്തിൽ നബിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു ചൊല്ലിയ മാല വളരെ പ്രസിദ്ധവും ആണ്.
ആവശ്യമാണെങ്കിൽ അതിന്റെ രേഖ ഞാൻ സമർപ്പിക്കുന്നതും ആണ്. ചോദ്യം വരികയാണെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് രേഖ പറയാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിനം ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ കുറെ കുഞ്ഞുങ്ങൾ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ബദറിൽ വഫാത്തായ ബദരീങ്ങളെ കുറിച്ച് മാല ആലപിച്ചു എന്ന് സഹീഹുൽ ബുഖാരി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തെളിവാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രേഖ ഇവിടെ പ്രത്യേകം പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ ആ കല്യാണ വീട്ടിൽ അവരുടെ പിതാക്കന്മാര് മരണപ്പെട്ടു പോയി ബദറിൽ. ആ ബദറിൽ മരണപ്പെട്ടു പോയ ബദർ ശുഹദാക്കളെ അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള മാല മഹാന്മാരായ ഈ സഹാബി വനിതകൾ ചൊല്ലുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നും നബി അത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു എന്നും സഹീഹുൽ ബുഖാരിയിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞിട്ടുള്ള ഈ അപദാനങ്ങൾ വാഴ്ത്തുക എന്നത് മഹാന്മാരുടെ അപദാനങ്ങൾ, അവരുടെ മദ്ഹുകൾ പറയലും പാടലും അവരെ പുകഴ്ത്തലും പുണ്യകർമ്മമായ ഒരു അമലാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് അറബിയിൽ ഗദ്യ പദ്യ മിശ്രണം, ഗദ്യവും പദ്യവും ഒരുമിച്ച് കൂട്ടിയിട്ട് ചൊല്ലുന്നതിനാണ് മൗലിദ് എന്ന് പറയാം. എന്നാൽ പദ്യരൂപേണ ചൊല്ലുന്നതിനാണ് മാല എന്ന് പറയാം. പദ്യം മാത്രമായിട്ട് ചൊല്ലുക, അതിനാണ് മാല എന്ന് പറയാം. ഗദ്യവും പദ്യവും സമ്മിശ്രമായി ചെയ്യുന്നതിനാണ് മൗലിദ് എന്ന് സാധാരണഗതിയിൽ നാം ഉപയോഗിച്ച് വരാറുള്ള ആ വാചകം. ഏതായാലും ഈ മാലയാവട്ടെ മൗലിദാവട്ടെ അതിന്റെ ഉള്ളടക്കം മഹത്തുക്കളെ അപദാനം ചെയ്യുക, അവരുടെ സ്തുതി കീർത്തനങ്ങൾ പറയുക, അവരെ മദ്ഹ് പറയുക, അവരെ പറ്റി പാടി പറഞ്ഞ് പുകഴ്ത്തുക എന്നുള്ളതാണ്. ഇത് പുണ്യകരമാണ് എന്ന് ഖുർആനും ഹദീസും കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാല ചൊല്ലൽ പതിവാണ് എന്ന് ധാരാളം ഹദീസുകൾ സഹീഹായി വന്നിട്ടുണ്ട്. നബി തങ്ങളുടെ മുമ്പിൽ തന്നെ ആ തരത്തിൽ നബിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹു ചൊല്ലിയ മാല വളരെ പ്രസിദ്ധവും ആണ്. ആവശ്യമാണെങ്കിൽ അതിന്റെ രേഖ ഞാൻ സമർപ്പിക്കുന്നതും ആണ്. ചോദ്യം വരികയാണെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് രേഖ പറയാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിനം ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ കുറെ കുഞ്ഞുങ്ങൾ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ബദറിൽ വഫാത്തായ ബദരീങ്ങളെ കുറിച്ച് മാല ആലപിച്ചു എന്ന് സഹീഹുൽ ബുഖാരി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തെളിവാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രേഖ ഇവിടെ പ്രത്യേകം പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ ആ കല്യാണ വീട്ടിൽ അവരുടെ പിതാക്കന്മാര് മരണപ്പെട്ടു പോയി ബദറിൽ. ആ ബദറിൽ മരണപ്പെട്ടു പോയ ബദർ ശുഹദാക്കളെ അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള മാല മഹാന്മാരായ ഈ സഹാബി വനിതകൾ ചൊല്ലുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നും നബി അത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു എന്നും സഹീഹുൽ ബുഖാരിയിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞതിന്റെ ആകത്തുക ഹ്രസ്വമായൊന്ന് പറയാം, ശ്രദ്ധിക്കൂ. മുഹ്യിദ്ദീൻ മാലയുടെ ഇതിവൃത്തം മഹത്തുക്കളുടെ മഹത്വം പറയലും അവരെ പുകഴ്ത്തലുമാണ്. ഇത് ഖുർആനും ഹദീസും അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിന്റെ രേഖകളാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിയിട്ട് കഅബ് ബിൻ സുഹൈർ മാല ആലപിച്ചിട്ടുണ്ട്. അത് നബി തങ്ങൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. നബി തങ്ങളുടേത് മാത്രമേ ചൊല്ലാവൂ എന്ന് പറയാൻ നിർവാഹമില്ല. കാരണം നബി തങ്ങൾ തന്നെ ബദറിൽ ഷഹീദായ ശുഹദാക്കളുടെ മാല പെൺകുട്ടികൾ ചൊല്ലിയതിനും അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ മാല ചൊല്ലാൻ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട പ്രമാണം ഉദ്ധരിച്ചത് സുന്നത്തിൽ നിന്നാണ് ഉദ്ധരിച്ചിട്ടുള്ളത്.
കൃത്യമായി രേഖപ്പെട്ടതാണ്, അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നിരിക്കെ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അപദാനം നടത്തുന്ന മഹാനുഭാവന്റെ മഹത്വം പറയുന്ന മുഹിയുദ്ദീൻ മാല പുണ്യകരമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആചരിച്ചാൽ അത് ബിദ്അത്തും ശിർക്കുമാവില്ല. കാരണം അതിന്റെ അടിസ്ഥാനം സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. അതിന് ഖുർആനിലും ഹദീസിലും ഇജ്മാഇലും ഖിയാസിലും സലഫ് സാലിഹീങ്ങളുടെ സിയറിലും രേഖ കൊണ്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് ചുരുക്കം. ശരി. ഏതായാലും ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ അപ്പോൾ ഗ്രൂപ്പ് പൂട്ടി ഓടും. ആ ചോദ്യം തന്നെ ഡിലീറ്റ് ചെയ്യും, റിമൂവ് ചെയ്യും എന്നും എനിക്കറിയാം. അതാണല്ലോ മുമ്പ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അത് തന്നെയാകും ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, മുസ്ലിയാരെ, നിങ്ങളുടെ അവകാശവാദം, മുഹ്യിദ്ദീൻ മാലയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അവകാശവാദം, അത് വിശുദ്ധ ഖുർആനിലും അതുപോലെ തിരുസുന്നത്തിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മുഹ്യിദ്ദീൻ മാലയിലും പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, മുഹ്യിദ്ദീൻ മാലയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? വല്ല നിലത്തിയെന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതെ തീരം ചെയ്യും ഞാൻ എന്നവർ എന്ന് മുഹ്യിദ്ദീൻ ഷേഖിനെ സംബന്ധിച്ച് മുഹ്യിദ്ദീൻ മാലക്കാരൻ പാടുന്നുണ്ട്. അപ്പോ ഈ ഒരു കാര്യം, ഈ വരിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഏതെങ്കിലും ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് അള്ളാഹുവോ അവന്റെ റസൂലോ പഠിപ്പിച്ചിട്ടുണ്ടോ? അഥവാ വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിശദീകരണം അള്ളാഹു നൽകിയിട്ടുണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ച് ഇതിന് തുല്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഉദ്ഉനി അസ്തജിബ് ലക്കും തുടങ്ങിയുള്ള വിശദീകരണങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. അതേസമയം അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് ഈ രൂപത്തിൽ വെല്ലേ നിലത്തിയെന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതെ ഉത്തീരം ചെയ്യും ഞാൻ എന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാണ് ചോദ്യം. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ മുസ്ലിയാർ അവിടെ തെളിവ് ഉദ്ധരിക്കണം, ഖുർആൻ ഉദ്ധരിക്കണം, അതല്ലെങ്കിൽ സഹീഹായ ഒരു ഹദീസെങ്കിലും ഉദ്ധരിക്കണം. ഇലാ യൗമിൽ ഖിയാമ മുസ്ലിയാരെ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഉറപ്പോടുകൂടി ഇവിടെ മുഹ്യിദ്ദീൻ മാലയുടെ ഉള്ളടക്കത്തിലുള്ള ഒരു വിഷയമാണ് വല്ലേ താലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ എന്ന് മുഹ്യിദ്ദീൻ മാലയിൽ ഉണ്ട്. അഥവാ ഏതെങ്കിലും അസന്നിഗ്ധ ഘട്ടത്തിൽ, പ്രയാസത്തിന്റെ ഘട്ടത്തിൽ എന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ വായ കൂടാതെ അവന് ഉത്തരം നൽകുന്നതാണ്. ഇതാണ് അതിന്റെ ഒരു മീനിങ്. മറ്റു പല അർത്ഥതലങ്ങളും അതിനുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു മീനിങ് ആണ്. അഥവാ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വല്ല തലത്തിന്നും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എന്നെ ആരെങ്കിലും വിളിച്ചാൽ വായ കൂടാതെ ഞാൻ അവന് ഉത്തരം നൽകുന്നതാണ്. ഇതാണ് പറഞ്ഞതിന്റെ ഒരു അർത്ഥം. ഇത് ഖുർആനിന്റെയും ഹദീസിന്റെയും ഏത് പ്രമാണം കൊണ്ടാണ് സ്ഥിരപ്പെടുന്നത് എന്നാണ് സഹോദരൻ ചോദിച്ച ചോദ്യത്തിന്റെ ശ്രദ്ധിക്കുക. ഒന്നാമതായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു മുഹ്യിദ്ദീൻ മാല രചിച്ചിട്ടുള്ളത്, അദ്ദേഹം മുഹ്യിദ്ദീൻ മാലയ്ക്ക് ആധാരമായി ചില അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് ഞാൻ ഈ മുഹ്യിദ്ദീൻ മാലയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവർ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഏത് പദ്യത്തിലാണത്? അവർ ചൊന്നേ ബൈത്തിന്നും ബഹ്ജാക്കി താബിന്നും അങ്ങീനെ തക്മീല തന്നിന്നും കണ്ടോവർ. ഈ മുഹ്യിദ്ദീൻ മാലയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് മൂന്നിൽ ഒരു പ്രമാണം, മൂന്നാലൊരു ഗ്രന്ഥം, ആ മൂന്നിൽ ഒരു സ്രോതസ്സിൽ നിന്നാണ് അദ്ദേഹം അതിനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചുരുക്കം. അത് ഏതൊക്കെയാണത്? ഒന്ന്, അവർ ചൊന്ന ബൈത്ത് ശൈഖ് റളിയല്ലാഹു തആല അൻഹു ചൊല്ലിയ പദ്യശകലങ്ങളാണ്. രണ്ടാമത്തേത് ബഹ്ജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥം. മൂന്നാമത്തേത് തെക്മില എന്ന മറ്റൊരു ഗ്രന്ഥം. ഈ മൂന്ന് ഗ്രന്ഥങ്ങളിലുള്ള വിഷയങ്ങളാണ് ഞാൻ ഈ മാലയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ മുഹ്യിദ്ദീൻ മാലയിൽ ഒരു വിഷയം വന്നാൽ ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാധ്യത എത്രയേ ഉള്ളൂ? ഇത് മുഹ്യിദ്ദീൻ മാലയിൽ ഉണ്ട്. ഇത് എവിടുന്നാണ് ഖാദി മുഹമ്മദിന് കിട്ടിയത്? അത് ഒന്നിരിക്കൽ ബഹ്ജത്തുൽ അസ്റാർ എന്നാവണം, അല്ലെങ്കിൽ തെക്മിലയിൽ നിന്നാവണം, അല്ലെങ്കിൽ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പദ്യത്തിൽ നിന്നാവണം. മൂന്നിൽ ഒരു സ്രോതസ്സിൽ ഇവിഷയം ലഭ്യമായാൽ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞത് കളവല്ല. കാരണം ഈ മൂന്നാലൊരു സ്രോതസ്സിലുള്ള വിഷയം ഉണ്ട്.
എന്ന് ബോധ്യപ്പെടുമല്ലോ. ഞാൻ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയുള്ള വിശദീകരണമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. ഈ മൂന്നിൽ ഒരു സ്രോതസ്സിൽ ഈ പറഞ്ഞ വാചകം ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് എന്ന് വന്നാൽ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദും അവിടുത്തെ മുഹിയുദ്ദീൻ മാലയും സത്യസന്ധമാകും. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മൂന്ന് പ്രമാണങ്ങൾ, ഈ മൂന്ന് സ്രോതസ്സുകളിൽ നിന്നാണ് ഞാൻ ഈ വിഷയങ്ങൾ പെറുക്കിയെടുത്തിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ വല്ലേ തലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതുത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന പദ്യത്തിന് നിദാനമായ വിഷയം ഈ മൂന്ന് സ്രോതസ്സിൽ എവിടെയാണ് ഉള്ളത്? ബഹുമാനപ്പെട്ട ബഹിജത്തുൽ അസ്റാർ 197 പേജ്, അതുപോലെ തന്നെ ഖലായിദുൽ ജവാഹിർ, അത് പറയേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ മൂന്ന് സ്രോതസ്സിൽ ഒന്ന് ബഹിജത്തുൽ അസ്റാറാണ്. ആ ബഹിജത്തുൽ അസ്റാറിന്റെ 197 പേജിൽ ബഹുമാനപ്പെട്ട ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനിസ്തഗാസ ബി ഫീ ഖുർബത്തിൻ കശഫ്തു അൻഹു വമൻ നാദാനി ബിസ്മി ഫീ ശിദ്ദത്തിൻ ഫറജ്തു അൻഹു വമൻ തവസ്സല ബി ഇലല്ലാഹി അസ്സ വജല്ല ഫീ ഹാജത്തിൻ ഖളൈതു ലഹു. ആരെങ്കിലും എന്തെങ്കിലും പ്രയാസഘട്ടത്തിൽ എന്നെക്കോട് ഇസ്തിഗാസ ചെയ്താൽ ആ പ്രയാസത്തിന് ഞാൻ നീക്കിക്കൊടുക്കും. എന്റെ പേരെടുത്ത് വിളിച്ച് ഒരാൾ എന്നോട് സഹായമർത്ഥിച്ചാൽ ആ ബുദ്ധിമുട്ട് ഞാൻ അവനെ നീക്കിക്കൊടുക്കും. എന്നെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തവസ്സുലാക്കി പ്രാർത്ഥിച്ചാൽ ആ വിഷയം പൂർത്തീകരിക്കപ്പെടും. ബഹുമാനപ്പെട്ട ബഹിജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിന്റെ 197 പേജിൽ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ്. ഖലായിദുൽ ജവാഹിർ 66, 67 പേജുകളിലും ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. മുഹിയുദ്ദീൻ മാല കുറ്റമറ്റതായി. ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് അവർകൾ സത്യസന്ധനും ആയി. കാരണം ബഹുമാനപ്പെട്ടവരിൽ പറഞ്ഞ മൂന്നിൽ ഒരു സ്രോതസ്സായ ബഹിജത്തുൽ അസ്റാറിൽ ഈ വിഷയം കാണാനുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന് ഇസ്ലാമികമായ വീക്ഷണം എന്താണ് എന്നാണ്. ഈ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഇവിഷയം ഇസ്ലാമികമായ വീക്ഷണപ്രകാരം എന്താണ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ എന്താ ഉള്ളത്? ബഹുമാനപ്പെട്ട ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ച് സഹായം തേടുക എന്നതാണ്, ഇസ്തിഗാസയാണ്. അങ്ങനെ ചെയ്താൽ ബഹുമാനപ്പെട്ടവർ സഹായിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആദ്യം ഇസ്തിഗാസ പറ്റുമോ പറ്റൂലേ എന്നുള്ളതാണ്. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ചർച്ച ചെയ്യപ്പെടുന്നതുമാണ്. ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വിഷയമാണെങ്കിൽ ഉപചോദ്യം വരുന്ന പക്ഷം നമുക്ക് ആ വിഷയത്തിലേക്കും കടക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ടവർ സഹായിക്കും എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് പിന്നെ ഒരു സംശയത്തിന് ന്യായമായും വകുപ്പുള്ള. മരണപ്പെട്ടവര് സഹായിക്കുമോ ഇല്ലയോ എന്ന പ്രസക്തമായ ആ സംശയത്തിന്റെ മറുപടിയിൽ ധാരാളം ഖുർആനിക വചനങ്ങൾ നമുക്ക് ഉദ്ധരിക്കാനുണ്ട്, ഹദീസുകളും ധാരാളം പറയാനുണ്ട്. എന്നാലും ഉത്തരം നീട്ടിക്കൊണ്ടു പോവാതിരിക്കാൻ മുജാഹിദുകൾക്ക് തന്നെ അംഗീകാരമുള്ള ഒരു സംഭവം പറയാം. അതാണ് ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുജാഹിദുകളുടെ വലിയ നേതാക്കളിൽ ഒരാൾ എന്നല്ല, വഹാബി പ്രസ്ഥാനത്തിനെ അദ്ദേഹത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് വഹാബി എന്ന് പറയപ്പെടുന്നത് തന്നെ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് അഹ്കാമു തമന്നിൽ മൗത്ത്. ആ അഹ്കാമു തമന്നിൽ മൗത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു സംഭവം ഇവിടെ രേഖയായി കൊണ്ടുവരികയാണ്. ശ്രദ്ധിക്കൂ. എന്താണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അന്ന റജുലൻ തുവുഫിയത് ഇംറഅതുഹു, ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു പോയി. ഫറഅ നിസാഅൻ ഫിൽ മനാമി, അദ്ദേഹം ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കുറെ സ്ത്രീകളെ കാണുന്നു. സ്വപ്നത്തിലാണ് സംഭവം. ഫലം യറ ഇംറഅതഹു, അദ്ദേഹത്തിന്റെ ഭാര്യനെ മാത്രം കണ്ടില്ല, കുറെ പെണ്ണുങ്ങളെ കണ്ടു. ഫലം യറ ഇംറഅതഹു മഅഹുന്ന, അവരെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രം ഇല്ല. ഫസഅലഹുന്ന അൻഹാ, അപ്പോ ഈ സഹാബി അവളെ കുറിച്ച് ഈ സ്ത്രീകളോട് ചോദിച്ചു. ഫഖുൽന, അപ്പോൾ അവര് മറുപടി പറഞ്ഞു, ഇന്നക്കും ഖസർതും ഫീ കഫനിഹാ ഫഹിയ തസ്തഹി അൻ തഖ്റുജ മഅനാ. എന്താ പറഞ്ഞത്? നിങ്ങൾ അവളെ മറവ് ചെയ്യുന്ന സമയത്ത് അവളുടെ കഫൻ പുടവയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്, വേണ്ടത്ര കഫൻ പുടവ അവൾക്ക് നൽകിയിട്ടില്ല.
അതുകൊണ്ട് ചെറിയ ഒരു കഫംപുടവ കൊണ്ട് ഞങ്ങളോടൊപ്പം പുറത്തേക്ക് വരാൻ അവൾ ലജ്ജിക്കുന്നു. അതുകൊണ്ടാണ് അവൾ പുറത്തേക്ക് വരാതിരുന്നത്. നബി തങ്ങളുടെ അടുക്കലേക്ക് ചെറുപ്പക്കാരൻ വരികയാണ് പിറ്റേന്ന് രാവിലെ തന്നെ. ഫഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉൻളുർ ഇലാ തിഖത്തിൻ മിൻ സബീൽ, ഏതെങ്കിലും വിശ്വസ്തനായ ഒരാളെ കണ്ടിട്ട് അതിന് വല്ല പരിഹാരവും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പ്രതിവിധിയായി നിർദ്ദേശിച്ചു. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ച് നടന്നു, ഒരാളെ കണ്ടെത്തി. അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി അദ്ദേഹത്തിന് മരണമാസന്നനായിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞു. അദ്ദേഹം അങ്ങോട്ടേക്ക് പോകാൻ പോയിട്ട് അദ്ദേഹത്തോട് വിഷയങ്ങളൊക്കെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാ, കൊടുത്തോളാന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. ഞാൻ ചുരുക്കി പറയാം. അപ്പോ 2 വസ്ത്രം കൊണ്ടുവന്നു ഈ സഹാബി. ആദ്യം പോയ സഹാബി 2 വസ്ത്രം കൊണ്ട് വന്നു. എങ്ങനെ? 2 നല്ല സഅഫറാനൊക്കെ ഇട്ട് നന്നായി സഅഫറാനിലൊക്കെ മൊഞ്ചാക്കിയിട്ടുള്ള 2 വസ്ത്രം കൊണ്ടുവന്നു. എന്നിട്ട് ആ 2 വസ്ത്രത്തെയും ആരുടെ കഫംപുടവയ്ക്കൊപ്പം അൻസാരിയെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറവ് ചെയ്യുമ്പോ ആ കഫംപുടവയോട് കൂടെ ഈ 2 കഫംപുടവ സഅഫറാനൊക്കെ ഇട്ട് മൊഞ്ചാക്കിയ 2 കഫംപുടവ കൂടെ വെച്ചു കൊടുത്തു. എന്നിട്ടോ ഫലമ്മ കാനല്ലയിലു, രാത്രിയായപ്പോ ഈ ആദ്യം വന്ന സഹാബി കുറെ സ്ത്രീകളെ കാണുന്നു. അവരുടെ കൂടെ ഇദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. ഈ സഅഫറാനൊക്കെ ഇട്ട് നന്നാക്കി മൊഞ്ചാക്കിയ ഈ 2 വസ്ത്രവും ധരിച്ചിട്ട് ഇവന്റെ ഭാര്യയും കൂടെയുണ്ട്. അപ്പൊ ആ സഹാബി മരണപ്പെട്ടതിന് ശേഷം കൊണ്ടു കൊടുത്തു. ഇതാരാ എഴുതിയത്? മുജാഹിദിന്റെ ഏറ്റവും ബഹുമാനപ്പെട്ട നേതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. മരണപ്പെട്ടവര് സഹായിക്കുക എന്നുള്ളത് പണ്ഡിത ലോകത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് പോലും എതിരഭിപ്രായം ഇല്ലാതെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഈ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മുജാഹിദിന് പറയാനൊരു ന്യായം ഉണ്ടാവും. അത് മരണപ്പെട്ടവർക്കല്ലേ കൊടുത്തിട്ടുള്ളത്, മരണപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നവർക്ക് സഹായിച്ചതിന് വല്ല രേഖയും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനുള്ള സാഹചര്യവും ന്യായമായ അവകാശവും അവർക്കുണ്ട്. അതവർ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കി അപ്പൊ നമുക്ക് വീണ്ടും വിശദീകരിക്കാം. അപ്പോൾ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്ന് ബഹ്ജത്തുൽ അസ്റാറിൽ രേഖപ്പെട്ടിട്ടുണ്ട് എന്നും ആ ബഹ്ജത്തുൽ അസ്റാറിൽ രേഖപ്പെട്ട സംഭവം അഥവാ മരണപ്പെട്ടവർ സഹായിക്കുക എന്നത് മുസ്ലിം ലോകത്ത് തർക്കലേശമന്യേ പണ്ഡിതന്മാരാലും ഇമാമിങ്ങളാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നും കൃത്യമായി മനസ്സിലാക്കിയാൽ പിന്നെ ഇനി ആ പദ്യത്തിനെ വിമർശിക്കാൻ എന്തുണ്ട് ന്യായം? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അടക്കം മരണപ്പെട്ടവർ സഹായിക്കുമെന്ന് കൃത്യമായി വ്യക്തമായി വിശദീകരിച്ചതിനാൽ ഇനി മരണപ്പെട്ടവർ സഹായിക്കൂല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനടക്കം തെറ്റുപറ്റി എന്നാണോ മുജാഹിദീങ്ങൾ പറയുന്നത്? മുസ്ലിം ലോകത്ത് ഒരാൾക്കും തർക്കലേശമന്യേ അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ് മരണപ്പെട്ടവർ സഹായിക്കും, അവരിൽ നിന്നുള്ള സഹായം ലഭിക്കും എന്നത്. അതുകൊണ്ട് തന്നെ ഈ മാല വിമർശിക്കാൻ പിന്നെ ഇസ്ലാമിക ദൃഷ്ട്യാ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറയാൻ ഒരു ന്യായവും ഇല്ല തന്നെ. വബില്ലാഹി തൗഫീഖ് വഅലൈഹി തുക്ലാൻ. അസ്സലാമു അലൈക്കും. എന്തായാലും ചോദ്യോത്തരത്തിന് ഒരു അവസരം ഉണ്ടെന്നൊക്കെ ചോദിക്കാണ്. 2-3 സംശയങ്ങൾ ഈ വിഷയത്തിലുണ്ട് ഗൗരവമായിട്ട്. ഒരെണ്ണം ജസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, മൊഹീദ്ദിമാലിൽ ഒരു വരിയുണ്ട്, മൊഴിയൊന്നും കളയാതെ പിളയാതെ ശൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ എന്നൊരു വരിയുണ്ട്. മൊഹീദ്ദീൻമാല അക്ഷരം തെറ്റാതെ ഹർഫ് തെറ്റാതെ ചൊല്ലിയാൽ സ്വർഗത്തിൽ മണിമാടം കിട്ടും. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നറിയാൻ ആഗ്രഹമുണ്ട്. ഒന്ന് വിശദീകരിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരന്റെ ഒരു ചോദ്യമാണ്. അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ ഇല്ലാതെ പോയതാണ്, അതുകൊണ്ട് പ്രൈവറ്റായിട്ട് ചോദിച്ചതാണ്. ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഇതിനൊന്ന് മറുപടി പറയണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ എന്ന് മുഹീദ്ദീൻ മലയിലുണ്ടല്ലോ. ഉണ്ട്. അത് എങ്ങനെയാണ്? അത് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ മുഹീദ്ദീൻ മാല ചൊല്ലിയാൽ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് ആരാ പറഞ്ഞത്? ഇതാണ് ചോദ്യത്തിന്റെ ആകത്തുക. ഇൻഷാ അല്ലാഹ് മറുപടി പറയാം, ശ്രദ്ധിക്കുക. അള്ളാഹു തആല ഹഖായി മനസ്സിലായി
മനസ്സിലായാൽ അത് ബോധ്യപ്പെട്ട് സ്വീകരിക്കാനും റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹ്യിദ്ദീൻ മാലയെ കുറിച്ച് ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരങ്ങളിൽ പറഞ്ഞു വെച്ച ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. മുഹ്യിദ്ദീൻ മാലയുടെ ഇതിവൃത്തം മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന ലോകം അംഗീകരിക്കുന്ന മഹാനുഭാവനെ പ്രകീർത്തിക്കലും അവിടുത്തെ മദ്ഹ് പറയലുമാണ് അതിൽ ലക്ഷ്യം ഇടുന്നത്. അതിന്റെ ഇതിവൃത്തം അതാണ്. അതുകൊണ്ട് തന്നെ അത് ദീനും ശറഉം പുണ്യകരമായി കാണുന്നതും പഠിപ്പിക്കുന്നതും ആണ്. മഹാന്മാരുടെ അവദാനങ്ങൾ വാഴ്ത്തുക, അവരെ പ്രകീർത്തിക്കുക, അവരുടെ മദ്ഹ് പറയുക എന്നത്. ധാരാളം സംഭവങ്ങൾ അതിന് ഞാൻ രേഖ മുകളിൽ പറഞ്ഞിരുന്നു. സുഹൃത്തെ, ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ചോദ്യകർത്താവിനോടും മറ്റ് ശ്രോതാക്കളോടും ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ, അവിടുത്തെ മാല ആലപിക്കാൻ ബഹുമാനപ്പെട്ട ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു സമയം കണ്ടെത്തിയിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകാരം കൊടുത്തിരുന്നു. സഹീഹുൽ ബുഖാരിയിൽ പോലും അത് സംബന്ധിയായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും ആണ്. എന്നാൽ അത് നബിയെ കുറിച്ച് മാത്രമല്ലേ എന്ന് ചോദിക്കാൻ നിർവാഹമില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കല്യാണ സദസ്സിൽ പോയപ്പോ ബദറിൽ ഷഹീദായ പിതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട്, അവരുടെ പ്രകീർത്തിച്ചുകൊണ്ട്, അവരെ മദ്ഹ് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികൾ മാല ആലപിച്ചിരുന്നു. അതിനും നബി തങ്ങൾ അംഗീകാരം കൊടുത്തിരുന്നു. പുണ്യകരമായ ഒരു കാര്യമാണ് നബി തങ്ങൾ അംഗീകാരം നൽകുക എന്നതുകൊണ്ട് സ്ഥിരപ്പെടുക എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതും എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അപ്പൊ മരിച്ചുപോയ മഹത്തുക്കളുടെ അവദാനം വാഴ്ത്തുക എന്നതും പ്രകീർത്തിക്കുക എന്നതും ദീന് ശറഇ പുണ്യകരമായി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് കൂലി കിട്ടും. പുണ്യകരമായ കാര്യത്തിന്റെ കൂലി അത് സ്വർഗമല്ലാതെ മറ്റെന്താണ്? അത് യാഥാർത്ഥ്യമാണല്ലോ. പുണ്യകരമായ കാര്യത്തിന് അല്ലാഹു തആല കൂലി നൽകും. ആ കൂലി നൽകുന്നത് എന്താണ്? സ്വർഗമാണ് അതിനുള്ള പ്രതിഫലം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ മാലക്കാരൻ അഥവാ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് നവറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ടവര് അവിടെ പ്രത്യേകം പറഞ്ഞു, മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക്. അഥവാ മുഹ്യിദ്ദീൻ മാല അതിന്റെ ഇതിവൃത്തത്തിന്റെ ആശയത്തിൽ നിന്ന് മാറിപ്പോകും വിധമുള്ള അബദ്ധങ്ങളോ മറ്റോ സംഭവിക്കാൻ പാടില്ല. ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ആവാൻ പാടില്ല മാല ചൊല്ലൽ. ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മോശമാക്കാൻ വേണ്ടി ആവാൻ പാടില്ല മാല ചൊല്ലുന്നത്. മുജാഹിദീങ്ങൾ മാല ചൊല്ലാറുണ്ട്, ഏത്? പക്ഷെ മുഹ്യിദ്ദീൻ മാല വിമർശിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം. അങ്ങനെ ആവാൻ പാടില്ല. മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക്, അഥവാ കൃത്യമായ രൂപത്തിലും ഭാവത്തിലും കൃത്യമായ ഉദ്ദേശത്തോടു കൂടെയും ഈ മുഹ്യിദ്ദീൻ മാല എന്ന അഥവാ മഹാരഥന്മാരെ അനുസ്മരിച്ചുകൊണ്ട് മദ്ഹ് പറയുക, അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുക എന്ന തലത്തിൽ അത് ചൊല്ലിയാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ കൃത്യമായ പ്രതിഫലമുണ്ട്. അത് അല്ലാഹു തആല നൽകുന്നത് സ്വർഗം നൽകുന്നതിലൂടെയാണ് എന്നാണ് ഈ പറഞ്ഞ ഈ പദ്യത്തിന്റെ അർത്ഥം. അതിൽ എന്ത് അപാകതയാണ് നിങ്ങൾക്ക് കാണാനുള്ളത്? മഹത്തുക്കളുടെ മഹത്വം പറയുക, അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുക എന്നത് പുണ്യകരമാണ് എന്ന് വന്നാൽ അത് ചെയ്യുന്നവർക്ക് കൂലി കിട്ടും. കൂലി സ്വർഗമല്ലാതെ മറ്റെന്താണ്? ഇതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു ഇതാണ് അവിടെ വിശദീകരിച്ചിട്ടും ഉള്ളത്. ഇതിൽ ദീനീപരമായ ഒരു വിയോജിപ്പ്, ഖുർആനിനോ ഹദീസിനോ വിയോജിപ്പ് ഇവിഷയത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ സഹോദരന് വീണ്ടും ഉപചോദ്യത്തിന്റെ അവസരത്തിൽ ചോദിക്കാവുന്നതും ആണ്. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും. കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ബദരീങ്ങളെ കുറിച്ച് അഥവാ ബദറിൽ മറവിട്ടുപോയ ശുഹദാക്കളെ കുറിച്ച്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരെ കുറിച്ചോ പ്രകീർത്തിച്ച് പാടി കല്യാണ സദസ്സിൽ പെൺകുട്ടികൾ. അപ്പൊ അല്ലാഹു റസൂല് അതിന് മണിമാടം കിട്ടുമെന്ന് പറഞ്ഞു. ഒന്ന്, അങ്ങനെയുള്ള പാട്ട് പാടിയ വകയിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ മണിമാടം തരുമെന്ന് പറഞ്ഞെങ്കിലല്ലേ ഇത് തെളിവാവുള്ളൂ. രണ്ട്, അതിൽ അല്ലാഹു റസൂല് തിരുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില ഭാഗങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെയുടെ കാര്യം അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പാടിയപ്പോ അത് നിങ്ങൾ പാടരുത്, ബാക്കി പാടിക്കോളി എന്ന് പറഞ്ഞു എന്നാണ് നമുക്ക് ഉസ്താദ്മാരിൽ നിന്നൊക്കെ കേട്ട് പഠിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോഴേ മുഹ്യിദ്ദീൻ മാലയിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കാണുന്നത്. റസൂലുള്ള തടഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അതേ സെയിം ആശയാണ് ഇതിലും കാണുന്നത്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ, അല്ലെങ്കിൽ കാട്ടിപ്പറഞ്ഞോവർ എന്നാണുള്ളത്. അപ്പൊ റസൂലുള്ള വിരോധിച്ച് തടഞ്ഞ ഒരു കാര്യമാണല്ലോ ഇതിൽ കാണുന്നത്. അപ്പൊ ഇത് പാടിയാൽ സ്വർഗം എങ്ങനെ കിട്ടുക? രണ്ട് റസൂലുള്ള പാടിയ പാട്ടുകൾ പാടിയ കുട്ടികൾക്ക് പ്രതിഫലമായിട്ട് സ്വർഗത്തിൽ മണിമാടം കിട്ടുന്നു പഠിപ്പിച്ചിട്ടുണ്ടോ? അതും അറിയില്ല. അതും കൂടി ബദരീങ്ങളുടെ അവതാരം പാടിപ്പുകഴ്ത്തിയ വകയിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ മണിമാളിക കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ പ്രത്യേകമായിട്ട്?
അതാണ് അറിയേണ്ടത്. ഇപ്പൊ ബൈത്തുൽ ഹംദ് പോലെ ചില പ്രത്യേക കർമ്മങ്ങൾക്ക് പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, സ്വർഗത്തിൽ ഇന്ന സാധനം കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ അത് അതുപോലത്തെ പ്രയോഗമാണ്. ഇപ്പൊ ഇത് മണിമേടം കിട്ടുന്ന സ്വർഗം കിട്ടുന്നല്ല പറഞ്ഞത്, മണിമേടം സ്വർഗത്തിൽ കൊടുക്കുന്ന പറഞ്ഞത്. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രതിഫലം അല്ലാഹ് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് കൂടി പറയണം. ഇൻഷാ അല്ലാഹ് മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലൽ ആലി വൽ അസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയ സഹോദരങ്ങളെ, മുകളിൽ ഒരു സഹോദരൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉപചോദ്യമായി അദ്ദേഹം അയച്ചിട്ടുള്ളതാണ് ഇത്. ഈ 2 വോയിസുകളിൽ മുകളിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ സഹാബി വനിതകൾ അവര് ബദറിൽ ഷഹീദായ പിതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അവരെ മദ്ഹ് ചെയ്ത് പ്രകീർത്തിച്ചുകൊണ്ട് മാലപാടി എന്നത് യാഥാർത്ഥ്യമാണ്. അത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകാരവും കൊടുത്തിട്ടുണ്ട്. അത് ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ആണ്. ആ ഹദീസാണ് ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ സംശയം ഗൈബ് അറിയുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വോയിസിൽ ഞാൻ പറയാം. ഏതായാലും ഇവിടെ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സഹാബത്തിനെ, ബദറിൽ ഷഹീദായ ശുഹദാക്കളെ, അതുപോലുള്ള മഹത്തുക്കളെ അവരുടെ മദ്ഹ് പറയലും അവരെ പ്രകീർത്തിക്കലും അതുപോലെ അവരുടെ ചരിത്രം പറയലും അവരെ അങ്ങേയറ്റം പ്രശംസിച്ച് പറയലും എല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ അംഗീകാരം സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ഇതും എല്ലാ മൗലവിമാരും അംഗീകരിച്ചേ പറ്റൂ. നബിയുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, നബി അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം സുന്നത്തിന്റെ പരിധിയിൽ വരും എന്ന് മൗലവിമാർ സുന്നത്ത് നിർവചിക്കുന്നതിൽ തന്നെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കൂലി കിട്ടുന്ന കാര്യമാണ്. കൂലി പിന്നെ എത്രയാ കിട്ടുക? അതാണ് സഹോദരന്റെ സംശയം. നബി തങ്ങൾ ആ സഹോദരിമാരോട് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് മണിമാടം സ്വർഗത്തിൽ അള്ളാഹു തരും എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് സഹോദരന്റെ സംശയം. കൂലി കിട്ടും, അത് മണിമാടാണോ അല്ലേ എന്നുള്ളിടത്താണ്. അത് മണിമാടം കിട്ടും എന്ന് സ്വർഗത്തിൽ അത് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് സഹോദരന്റെ സംശയം. അതിന്റെ മറുപടിയിലേക്ക് ആദ്യം വരാം. സയ്യിദുനാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, അഅദത്തു ലി ഇബാദിയ സ്വാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. നോക്കണേ, ഞാൻ എൻ്റെ സ്വാലിഹീങ്ങളായ അടിയാറുകൾക്ക്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അനുധാവനം ചെയ്ത് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ അടിയാറുകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു. എന്ത്? മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, വലാ ഉദ്നുൻ സമിഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും അവർ ചിന്തിക്കാൻ കഴിയാത്തത്. അത്രയും വലിയ സൗഭാഗ്യങ്ങൾ സ്വർഗത്തിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന് പറയാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഭാഷയാണ് മണിമാളിക എന്നത്. നമുക്ക് പറയാൻ പറ്റുന്ന ആലങ്കാരികമായ ഒരു കുഞ്ഞു ഭാഷ. നമ്മുടെ ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. എന്താണ് അള്ളാഹ് നൽകുക എന്നത് അല്ലാഹു ആലം. നമുക്ക് പറയാൻ പറ്റൂല റബ്ബ് എത്രയാ കൊടുക്കുന്നത് എന്ന്. പക്ഷെ അതിന് സ്വർഗത്തെ അപേക്ഷിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും കുഞ്ഞു ഭാഷ, നമ്മുടെ ഭാഷാനിഘണ്ടുവിലെ ഏറ്റവും കുഞ്ഞു ഭാഷ ഒരു മണിമാളിക എന്നതാണ്. അതൊരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ്. അല്ലാതെ വെറും ഒരു മണിമാളികയെ കൊടുക്കൂ എന്നൊന്നും സഹോദരൻ തെറ്റിദ്ധരിക്കണ്ട. മുഹീദ്ദീൻ മാല ചൊല്ലിയാൽ സ്വർഗത്തിൽ ഉന്നതമായ പദവി. ഏതാണ് ആ പദവി? അല്ലാഹു ആലം. അള്ളാഹിന്റെ റസൂലിന്റെ വാചകം അംഗീകരിച്ച് സുന്നത്തിന് വഴിപ്പെട്ട് മഹത്തുക്കളുടെ അവദാനം പാടി അവരെ പറഞ്ഞ് പുകഴ്ത്തി അവരെ അങ്ങേയറ്റം പ്രകീർത്തിച്ച് ആ മഹത്തരമായ സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്ക് കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനും ഹൃദയം കൊണ്ട് ചിന്തിക്കാനും കഴിയാത്ത അത്രയും വലിയ മഹത്തായ അനുഗ്രഹം സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കും. അതിനുള്ള ഏറ്റവും ചെറിയ ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ് മണിമാളിക, മണിമേട എന്നൊക്കെയുള്ളത്. അല്ലാതെ അത് അക്ഷരാർത്ഥത്തിൽ സഹോദരൻ മനസ്സിലാക്കരുത്. അത് ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ്. ഇനി പ്രിയ സഹോദരന്റെ സംശയം, മുഹീദ്ദീൻ മാലയിലെ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ
കാമാൻ ഞാൻ നിങ്ങടെ കൽബാകാമെന്നോവർ കണ്ണിൽ കാണാത്തേതും കൽബാകത്തുള്ളതും കൺകൊണ്ടേ കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. ഇതാണ് മുഹ്യിദ്ദീൻ മാലയിൽ സഹോദരനുണ്ടായ സംശയം. ഇത് റസൂലുള്ള പഠിപ്പിച്ചതിനെതിരല്ലേ, ഖുർആൻ പഠിപ്പിച്ചതിനെതിരല്ലേ? അതുകൊണ്ട് ഇത് ചൊല്ലിയാൽ എങ്ങനെയാ സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. ഇതൊരിക്കലും അള്ളയും റസൂലും പഠിപ്പിച്ചതിന് എതിരല്ല എന്ന് മാത്രമല്ല, ഇത് അള്ളയും റസൂലും ഖുർആനും ഹദീസും പഠിപ്പിച്ചത് മാത്രമാണ് എന്നാണ് അതിനുള്ള മറുപടി. ഇൻഷാ അല്ലാഹ് അതിന്റെ മറുപടിയിലേക്ക് നമുക്ക് വരാം. ഇതിൽ നിങ്ങൾ നോക്ക്, എന്താണ് ബഹുമാനപ്പെട്ട മാലക്കാരൻ അഥവാ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ശൈഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, കുപ്പിന്റെ അകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ ഹൃദയം എനിക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതുമെല്ലാം ബഹുമാനപ്പെട്ടവർ കണ്ണ് കൊണ്ട് കണ്ടതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനുള്ള പ്രമാണം, ഇതിനുള്ള അദ്ദേഹത്തിന്റെ സ്രോതസ് എന്താണ്? അത് ബഹ്ജത്തുൽ അസ്റാറാണ്, തെക്മിലയാണ്, അതുപോലെ തന്നെ മഹാനായ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പദ്യങ്ങളാണ്. ഈ മൂന്നാലൊരു സ്രോതസ്സിൽ ഈ വിഷയം ഉണ്ടായാൽ മുഹ്യിദ്ദീൻ മാല സാദിഖായി, സത്യമായി, ഈ ഖാദി മുഹമ്മദ് എന്നവർ സത്യസന്ധനും ആയി. പിന്നെ മുഹ്യിദ്ദീൻ മാലനെ വിമർശിക്കാൻ നിർവാഹമില്ല. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്രോതസ്സിൽ ഈ വിഷയം ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ സത്യസന്ധത വെളിപ്പെട്ടു. ബഹ്ജയിൽ ഇമാം ശതുനൂഫി റഹിമഹുല്ലാ അവിടുന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ കാണാതെ വായിക്കുന്നതാണ് ഉദ്ധരണി. ഇപ്പൊ തൽക്കാലം എടുക്കാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ മനസ്സിൽ നിന്നാണ് വായിക്കുന്നത്. ഒരു ദിനം ബഹുമാനപ്പെട്ട ശൈഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ മുരീദന്മാരായ തന്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, അൻതും കൽ ഖവാരീദ്, നിങ്ങൾ കുപ്പികളെ പോലെയാണ്. ബൈന യദയ്യ, എന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് കുപ്പികളെ പോലെയാണ്. തുറാ മാഫി ബവാതിനിഹി, നിങ്ങളുടെ അന്തരാളങ്ങളിൽ ഉള്ളത് കാണപ്പെടുന്നുണ്ട്. പുറത്തെങ്ങനെയാണോ കാണപ്പെടുന്നത് അപ്രകാരം തന്നെ നിങ്ങളുടെ അന്തർഭാഗത്ത് ഹൃദയത്തിലുള്ളതും കാണപ്പെടുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവര് ഒരു ദിനം തന്റെ ശിഷ്യന്മാരായ അനുയായികളോട് പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ശതുനൂഫി അവിടുത്തെ ബഹ്ജത്തുൽ അസ്റാറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ ഹൃദയം എനിക്ക് കാണാം എന്ന് ശൈഖ് അവർകൾ പറഞ്ഞു എന്ന പദ്യത്തിന്റെ സാരം. സഹോദരന്റെ സംശയം, ഇത് ഖുർആനിനെതിരല്ലേ, ഹദീസിനെതിരല്ലേ? ഹൃദയത്തിലുള്ളത് എങ്ങനെ അല്ലാഹ് അല്ലാത്തവർക്ക് അറിയാൻ കഴിയും എന്നൊക്കെയാണ് സഹോദരൻ സംശയിക്കുന്നത്. ചോദ്യം സ്വാഭാവികം, ഒരു തുടക്കക്കാരന്റെ, സാധാരണക്കാരന്റെ സംശയമാണ്. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ മറുപടി പറയാം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിന്റെ ഭാഗമാണ് ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കൂ. ഇമാം ബുഖാരിയാണ് റിപ്പോർട്ടർ, അതുകൊണ്ട് തന്നെ സഹിഹാണ് എന്നതിൽ തർക്കം വേണ്ട. ബഹുമാനപ്പെട്ടവര് പറയാൻ, ഫവല്ലാഹി മാ യഖ്ഫാ അലയ്യ ഖുശൂഉക്കും, അല്ലാഹു റസൂൽ പറയാം, മാ യഖ്ഫാ അലയ്യ ഖുശൂഉക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭയഭക്തി എനിക്ക് അവ്യക്തമല്ല കേട്ടോ. അത് ഞാൻ കൃത്യമായി കാണുന്നുണ്ട്. റസൂലുള്ളാഹ്, അല്ലാഹു റസൂലാ പറഞ്ഞത്. വല്ലാഹി, അല്ലാഹനെ തന്നെയാണ് സത്യം. മാ യഖ്ഫാ അലയ്യ ഖുശൂഉക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഖുശൂഅ്, ഭയഭക്തി എനിക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. അത് എനിക്ക് അവ്യക്തമല്ല കേട്ടോ. എന്നിട്ട് റസൂലുള്ളാഹ് പറയാ, വലാ റുകൂഉക്കും, എന്റെ പിന്നിലാണെന്ന് കരുതിയിട്ട് നിങ്ങളുടെ റുകൂഉം എനിക്ക് അവ്യക്തമല്ല. എന്റെ പിന്നിലാണ് നിങ്ങൾ എങ്കിലും കൃത്യമായി ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. ഞാൻ മുന്നിൽ നിസ്കരിക്കുകയാണെങ്കിലും കൃത്യമായി എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭയഭക്തി പോലും ഞാൻ കാണുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി. അപ്പോൾ ഹൃദയത്തിലുള്ളത് അറിയുക എന്നത് അള്ളാഹ്ക്ക് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിനും പറ്റും, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും പറ്റും. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ ശൈഖ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടോ നമുക്ക് ആലോചിക്കാം. ബഹുമാനപ്പെട്ട ശൈഖ് റളിയല്ലാഹു തആല അൻഹു മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് തന്നെ സിയർ അഅ്ലാമിൻ നുബല, ഇമാം ദഹബിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥാണത്. ആരാ ഇമാം ദഹബി? മുജാഹിദിന്റെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥാണ് സിയർ അഅ്ലാമിൻ നുബല. അതിൽ പറഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ടവരുടെ ഒരു കറാമത്ത് ഞാൻ ദാ മുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, വായിക്കുക, മനസ്സിലാക്കുക, കേൾക്കുക. സമിഅതുൽ ഹാഫിള അബ്ദുൽ ഗനി സമിഅതു അബാ മുഹമ്മദ് ഇബ്നുൽ ഖശാബ് അൻ-നഹബി, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ ഖശാബ് അൻ-നഹബി, അബൂ മുഹമ്മദ് അൽ ഖശാബ് അൻ-നഹബി എന്ന മഹാപണ്ഡിതനെ ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂലു, അദ്ദേഹം പറയാണ്, കുൻതു വഅന ശാബുൻ അഖറഉ അൻ-നഹ്വ, ഞാൻ യുവാവായിരിക്കെ നഹ്വ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഅസ്മഉ അൻ-നാസ യസിഫൂന ഹുസ്ന കലാമി ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി,
ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ സംസാരത്തിന്റെ ആ ലാവണ്യത്തെക്കുറിച്ച്, അതിന്റെ ആ ഒരു മേന്മയെക്കുറിച്ച് ജനങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചു, അതൊന്ന് കേൾക്കണമല്ലോ. ഇത്രയും ജനങ്ങൾ ഇങ്ങനെ മഹത്വമേറി അത്രയും വലിയ സംഭവമായി പറയുന്ന ഷെയ്ഖ് തങ്ങളുടെ ആ സംസാരം ഒന്ന് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ എനിക്ക് സമയം തീരെയില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം സമയമൊക്കെ ഞാൻ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹളറയിലേക്ക്, അദ്ദേഹത്തിന്റെ മജ്‌ലിസിലേക്ക് ഞാൻ പോയി അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോ ഇദ്ദേഹം പറയാണ്, ആര്, അബൂ മുഹമ്മദിനുൽ ഖശാബ് തങ്ങൾ പറയാണ്, എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം പറയുന്നതൊന്നും. ലം അസ്തഹ്സൻ കലാമഹു വലം അഫ്ഹമുഹു വലം അഫ്ഹംഹു, അത് എനിക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഒന്നും കഴിഞ്ഞില്ല. എന്നിട്ട് ഫഖുൽതു ഫീ നഫ്സി, ഞാൻ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇന്നത്തെ ദിവസം വെറുതെ പോയി, ഇന്നത്തെ ദിവസം ഒരു ഉപകാരം ഇല്ലാണ്ട് വെറുതെ പോയി എന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഫൽതഫത്ത് ഇലാ നാഹിയതി, എന്റെ ഭാഗത്തേക്ക് ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു മുഹീദ്ദീൻ ഷെയ്ഖ് തിരിഞ്ഞു നോക്കി. വഖാൽ, എന്നിട്ട് പറഞ്ഞു, വൈലുക് തഫല്ലല അൻ-നഹ്വ അലാ മജാലിസി ദിക്ർ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാ, നീ ദിക്റിന്റെ മജ്‌ലിസിനേക്കാൾ നഹ്വിനാണോ പ്രാധാന്യം കൊടുത്തത്? നിന്റെ സുഹൃത്ത് സീബവൈഹിയോട് പോലും നമ്മൾ സഹവസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ നഹ്വിനെ ആണ് മജ്‌ലിസു ദിക്റിനേക്കാൾ പ്രാധാന്യം നൽകിയത് അല്ലേ അബൂ മുഹമ്മദിനുൽ ഖശാബ് എന്നവരെ എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്ന് ബഹുമാനപ്പെട്ട അലാമ ദഹബി അവിടുത്തെ സിയർ അലാമിൻ ബലാ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഷെയ്ഖ് തങ്ങൾ ഈ അബൂ മുഹമ്മദിനുൽ ഖശാബ് എന്നവരുടെ ഹൃദയത്തിലേക്ക് നോക്കി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തോന്നിയ കാര്യം എന്താണോ അത് കൃത്യമായി മനസ്സിലാക്കി വിളിച്ചു പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ കറാമത്താണ് എന്ന് ബഹുമാനപ്പെട്ട ദഹബി രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ദഹബി മറ്റൊരു ചരിത്രവും കൂടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഷെയ്ഖ് തങ്ങളുടെ മജ്‌ലിസിൽ ഹാജരായി. അദ്ദേഹത്തിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ സ്വാഭാവികമായും ആ സംശയത്തെക്കുറിച്ച് സംസാരിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സദസ്സിൽ ഹാജരായി. സദസ്സിലേക്ക് എത്തിയപ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അഖീദത്തുനാ അഖീദത്തു സലഫിസ് സാലിഹ്, സലഫുസ് സാലിഹീങ്ങളുടെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. പെട്ടെന്ന് അബൂബക്കർ ഇബ്നുൽ ഇമാദ് തങ്ങൾ പറയാ, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എന്തൊന്ന് ചോദിക്കാനാണോ വന്നത് അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ടവർ സംസാരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു, സ്വാഭാവികം, പ്രസംഗിക്കുന്ന ഒരാൾ പല വിഷയവും സംസാരിക്കൂലേ, കൂട്ടത്തിൽ ചക്കട്ടപ്പം വയലിട്ടി എന്നുള്ള രൂപത്തില് ഞാൻ എന്താണോ ചോദിക്കാൻ വന്നത് ആ സംസാരം അദ്ദേഹം സംസാരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ വിഷയമൊന്നും അറിഞ്ഞിട്ടല്ല. ഞാന് അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്ത് പോയി അവിടെ ഇരുന്നു. അപ്പോഴാണ് എന്നെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ വീണ്ടും പറഞ്ഞു, മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു, അഖീദത്തുനാ അഖീദത്തു സലഫിസ് സാലിഹ്, നമ്മളുടെ വിശ്വാസം സലഫുസ് സാലിഹീങ്ങളുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കരുതി, എന്ത്, ഇതൊക്കെ സ്വാഭാവികം സംഭവിക്കുന്നതല്ലേ, പ്രസംഗിക്കുന്ന ആൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും, നോക്കും, ഒക്കെ സംഭവിക്കും, അങ്ങനെ ഇപ്പൊ നോക്കിപ്പോയതായിരിക്കും. പിന്നെ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് മൂന്നാമത് യാ അബൂബക്കർ എന്റെ പേരെടുത്തിട്ട് പറഞ്ഞു, അഖീദത്തുനാ അഖീദത്തു സലഫി സ്വാലിഹ്, എന്റെ പേരെടുത്തിട്ട് പറഞ്ഞു. എന്റെ ഹൃദയത്തിലുള്ള സംശയം ദൂരീകരിക്കാൻ വേണ്ടി എന്റെ പേരെടുത്തിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇതാരാ എഴുതിയത്? ബഹുമാനപ്പെട്ട ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയർ അലാമിൻ നുബലായിൽ നോക്കിയാൽ കാണാം, ഷെയ്ഖ് തങ്ങൾക്ക് ഇങ്ങനെ ഹൃദയത്തിലുള്ളത് കണ്ടു പറയാനുള്ള കഴിവുണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും തിരിയിട്ടില്ല ഇതൊക്കെ പൊട്ടത്തരാണെന്ന്, ഇതൊന്നും ഖുർആാനിനെതിരാണെന്ന്. അതോ സാധു ഖുർആാനും ഹദീസും തിരിയാത്ത, അറബി വായിക്കാൻ പോലും തിരിയാത്ത സാധു മൗലവിമാർക്ക് തിരിഞ്ഞതാണ്. സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി ഖുർആൻ തന്നെ രേഖപ്പെടുത്തിയ ഒരു ആയത്താണ് ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം പറയാ, വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങൾ വീട്ടിൽ നിന്ന് എന്താണോ ഭക്ഷിച്ചിട്ടുള്ളത്, നിങ്ങളെ വയറ്റിന്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾ ആക്കിയിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കത് അറിയാൻ കാണാൻ കഴിയുന്നുണ്ട്. വേണ്ട, ഞാൻ ഇവിടെ അല്ലേ നിൽക്കുന്നത്, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എന്തെല്ലാം സംഭരിച്ച് വെച്ചിട്ടുണ്ട് എന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്. ഈസാ നബിക്ക് അത് അറിയാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹിക്ക് അറിയാമായിരുന്നു. അങ്ങനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അത് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അവരൊക്കെ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നോവർ എന്ന് പറഞ്ഞവരാണ്. അതൊക്കെ ശരിവെച്ചവരാണ്. അപ്പൊ ഖുർആനും ഹദീസും ശരിവെക്കുന്ന ഒരു യാഥാർത്ഥ്യവും നഗ്ന സത്യവും ആണത്. അതിനെ വിമർശിക്കാൻ ഒരു നിർവാഹവും ഇല്ല തന്നെ. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും.